നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. തേക്കടിയിലെ ബോട്ടിംഗ് പ്രതിസന്ധിയിലേക്ക്. ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ തേക്കടിയിലെ ബോട്ടിംഗ് പ്രതിസന്ധിയിലാകും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 113 അടിയായി താഴ്ന്നു. ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ തേക്കടിയിലെ ബോട്ടിംഗ് പ്രതിസന്ധിയിലാകും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ വേനൽ മഴ ലഭിച്ചെങ്കിലും തേക്കടി മേഖലയിൽ മഴ പെയ്തില്ല. ജലനിരപ്പ് 5 അടി കൂടി താഴ്ന്നാൽ തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് പ്രതിസന്ധിയിലാകും. ജലനിരപ്പ് താഴുമ്പോൾ നിലവിലുള്ള ബോട്ട് ലാൻഡിംഗിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെ താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് പ്രശ്നം പരിഹരിക്കാറുള്ളത്. വാർഷിക പരീക്ഷകൾ കഴിയുന്നതോടെ ടൂറിസം സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ മഴ ലഭിച്ചില്ലെങ്കിൽ തേക്കടി ടൂറിസം മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകും. ജലനിരപ്പ് താഴ്ന്നാൽ തമിഴ്നാട്ടിലെ കാർഷിക മേഖലയെയും ബാധിക്കും. തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിൽ ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്ന സമയം ആയതിനാൽ നെൽകർഷകർക്ക് പ്രശ്നമില്ല. എന്നാൽ പച്ചക്കറി, വാഴ, തെങ്ങ് തുടങ്ങിയ മറ്റ് കൃഷികൾ നടത്തുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കും. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ലോവർ ക്യാമ്പിൽ നിന്ന് നേരിട്ട് മധുരയിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതി വൈകാതെ പൂർത്തിയാക്കും. അതോടെ അണക്കെട്ടിൽ നിന്ന് വലിയ തോതിൽ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകേണ്ടി വരും. ഭാവിയിൽ ഇത് സ്ഥിതി ഗുരുതരമാകും. സെക്കൻഡിൽ 187 ഖനയടി വെള്ളം മാത്രമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് ശുദ്ധജല വിതരണത്തിനായി 278 ഖനയടി വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.